സമൂഹത്തിൽ ഇരട്ടനീതി എന്നതിൽ തർക്കമില്ലെന്ന് റാപ്പർ വേടൻ 24-നോട്. അറസ്റ്റ് വേദനിപ്പിച്ചു, ഇനിയും മൂർച്ചയുള്ള പാട്ടുകൾ എഴുതുമെന്നും തെറ്റ് തിരുത്താൻ ശ്രമിക്കുമെന്നും വേടൻ പറഞ്ഞു. 24 ബ്രേക്കിംഗ്. ഞാൻ മദ്യപിക്കുകയും പുകവലിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. ഞാൻ ഇവിടെ ഗവൺമെന്റ് വെക്കുന്ന മദ്യമാണ് ഞാൻ വാങ്ങിക്കുടിക്കുന്നതും പുകവലിക്കുന്നതും ഒക്കെ. അപ്പോൾ പിന്നെ ഇത് ഞാൻ അതുകൊണ്ടൊരു മോശപ്പെട്ട മനുഷ്യനാണോന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആ സാധനം ഞാൻ കള്ളുകുടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യുന്ന കാരണം എന്നെ കാണുന്ന കൊച്ചുമക്കളൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരു ഇതുള്ളത് ഈ മക്കൾ ഇൻഫ്ലുവൻസ് ആവുന്ന കാര്യം മാത്രമാണ്. അപ്പൊ അതിനെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, എന്നെ കണ്ട് ആ കാര്യത്തിൽ എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവരുത്. അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ബാഡ് ഇൻഫ്ലുവൻസ് ആണ്. എന്നെ കണ്ട് ഇതാരും പഠിക്കരുത്. ഞാൻ പരമാവധി ശ്രമിക്കും എന്നെ തിരുത്താൻ. കള്ളുകൂടിയും പുകവലിയൊക്കെ നിർത്താൻ ഞാൻ ശ്രമിക്കട്ടെ. ഞാൻ ആ കാര്യം കൊണ്ട് ഞാൻ മോശപ്പെട്ട മനുഷ്യനാണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, പൊതുസമൂഹമാണ്. കള്ളുകുടിക്കും പുകവലിക്കും കാരണം കൊണ്ട്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് എന്റെ കൊച്ചുമക്കളെ, ഞാൻ പുകവലിക്കും കള്ളുകുടിക്കും ചെയ്യുന്നുണ്ട്, നിങ്ങൾ അത് ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. അത്ര കേസിനെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രി തന്നെ പരസ്യമായിട്ട് ഉദ്യോഗസ്ഥരെ തള്ളി പറയാണ്. അപ്പൊ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് രണ്ട് നീതി എന്ന തരത്തിൽ വേടന്റെ പാട്ടുകൾ പോലെ തന്നെ വേടൻ പറയുന്ന കാര്യങ്ങൾ? നീതി എന്ന് പറയുന്ന സാധനം ഇന്ത്യയുടെ കണ്ടീഷൻ ചെയ്യപ്പെട്ട സമൂഹത്തിൽ 10,000-2000 വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് പുതിയതായിട്ട് വേടനൊന്നും പറയാനൊന്നുമില്ല. ഇരട്ടനീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ, അത് ചോറൊക്കെ തിന്നുന്ന ആൾക്കാരല്ലേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അത് അതിനെക്കുറിച്ച് വേറെ അധികം ഒന്നും പറയാനില്ല. മന്ത്രിയുടെ അഭിപ്രായത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ഒരാളല്ല, ഞാനൊരു കലാകാരനാണ്. ഞാൻ എന്റെ കല ചെയ്യുന്നു, ആ കല നിങ്ങൾ കേൾക്കുന്നു, അത്രയാണ്. നിങ്ങൾക്ക് വേദനിച്ചു എന്നെ അറസ്റ്റ് ചെയ്തപ്പോ? അത്രേ ഉള്ളൂ. ശക്തമായ വാക്കുകളിൽ ഇനിയും പാട്ടുകൾ വരും. എന്റെ ജോലിയാണല്ലോ മാഷേ അത്, പാട്ട് എഴുതുക. ഞാൻ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പൊതു സ്വത്താണ്. വേടൻ ഒരു കലാകാരൻ പൊതു സ്വത്താണ്. ഒരു കലാകാരൻ രാഷ്ട്രീയത്തെക്കുറിച്ചും അവന്റെ ചുറ്റുപറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ട ആള് തന്നെയാണ്. അതെന്റെ ജോലിയാണ്. എനിക്ക് അതിലൊന്നും പറയാനില്ല. ഇത് കോടതിയുടെ താഴെയുള്ള ഒരു കേസാണ്. എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ള അനുവാദമില്ല. ദയവ് ചെയ്ത് അതിനെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ജനങ്ങൾക്കും നന്ദിയുണ്ട്. ഇതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ എനിക്ക് പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ്. വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ കൃത്യമായി ഇത്തരം ഒരു കാര്യത്തിൽ പ്രതികരണം. അത് നല്ല രീതിയിൽ തന്നെ പ്രതികരിച്ചിരിക്കുന്നു. ഇരട്ടനീതി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പറയുന്നത് വേടൻ, അല്ലേ? സ്മിത, ഈ കേസ് എടുത്തതിന് പിന്നാലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം വേടന്റെ കേസിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു. അത് പ്രത്യേകിച്ച് ചില ആളുകളുടെ വീട്ടിൽ നിന്ന് ആനക്കൊമ്പുകൾ പിടിക്കുമ്പോൾ അവർക്കൊരു നീതി, വേടന്റെ കയ്യിൽ നിന്ന് പുലിപ്പല്ല് പിടിക്കുമ്പോൾ വേടന് മറ്റൊരു നീതി, അങ്ങനെ അതിരൂക്ഷ വിമർശനം വനംവകുപ്പിനെതിരെ ഉയർന്നിരുന്നു. വേടൻ ഇന്നലെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ഘട്ടത്തിലൊന്നും അതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്താൻ തയ്യാറായിരുന്നില്ല. ഇന്ന് രാവിലെയോടുകൂടി ഈ കേസിന്റെ നടപടിയുടെ ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായി മേക്കപ്പാല ഫോറസ്റ്റ് ഓഫീസിൽ വന്ന് ഒപ്പിടണമായിരുന്നു. ആ ഘട്ടത്തിലാണ് വേടൻ ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതികരണം വളരെ ക്രിസ്റ്റൽ ക്ലിയറായി തനിക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിങ്ങനെയാണ്: ഇന്ത്യ എന്ന സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യ എന്ന ആശയത്തിൽ ഈ ഇരട്ടനീതിയും അതോടൊപ്പം തന്നെ വിവേചനങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. തൻ്റെ അറസ്റ്റോടുകൂടി അക്കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തമായി പൊതുജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്. അങ്ങനെ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് വേടൻ തന്നെ നേരിട്ട് പറയുകയാണ്. ഈ അറസ്റ്റ് നടപടികളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിഷമമുണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ അതേ സങ്കടം തന്നെ എനിക്കും ഉണ്ടായി എന്നൊരു മറുപടിയാണ് വേടൻ നൽകിയത്. ഒപ്പം ഇന്നലെ തന്നെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു, തിരുത്താൻ താൻ തയ്യാറാണെന്ന്. ഈ പുകവലിയും മദ്യപാനവും പോലുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ഉപേക്ഷിക്കാനുള്ള ശ്രമം തന്റെ ഭാഗത്ത്. അറസ്റ്റ് വേദനിപ്പിച്ചു, മൂർച്ചയുള്ള പാട്ടുകളുമായി വീണ്ടും മുന്നോട്ട്, അതാണ് വേടൻ പറഞ്ഞത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.